ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിലെത്തിയത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ മഹിമ കാത്തു സൂക്ഷിക്കുന്ന കുറേ സ്ഥലങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കുത്തബ്മിനാർ. കുത്തബ്മിനാറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ആ പ്രവേശന കവാടം. ഇവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് ചലിക്കുമ്പോൾ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ കുത്തബ്മിനാർ, ആ കുറച്ച് ഗാർഡൻസിൻ്റെ ഇടയിലൂടെ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ കഴിയും. പിന്നെ പണ്ടത്തെ കുറച്ച് കൊട്ടാരം പോലുള്ള കുറേ രൂപങ്ങളുടെ അവശിഷ്ടങ്ങളും. പിന്നെ ഇവിടെ നിന്നാണ് മെയിൻ പ്രത്യേകത, എപ്പോഴും നമുക്ക് കുറച്ച് ഫ്ലൈറ്റുകൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കുത്തബ്മിനാറിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കുറേ വീഡിയോസ്, ഈ വീഡിയോക്കകത്ത് നിങ്ങൾ കുറേ പ്രാവശ്യം ആ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ വീഡിയോ എടുത്തിരുന്ന ഓരോ ടൈമിൽ ഇതുപോലെ ഒത്തിരി പാസ് ചെയ്ത് പോവുകയാണ്. കാരണം നമ്മുടെ ഡൽഹി, അതിന് റീസൺ നമ്മുടെ ഡൽഹി അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ളൊരു എയർപോർട്ടാണ് നമ്മുടെ ഡൽഹി എയർപോർട്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒത്തിരി ഫ്ലൈറ്റ് കാണാം. ഞാൻ ഈ പ്ലേസിൽ നിന്ന ടൈമിൽ തന്നെ എനിക്കൊരു 20-25 ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ആയിട്ടില്ല അതിനെ വെച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാർ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് അടിമകളെ കൊണ്ട് പണിയിച്ചതായിട്ടുള്ള ഈ കാഴ്ചകളും ഇതെല്ലാം ഒന്ന് തൊട്ടറിയാനും ഒന്ന് കണ്ടറിയാനും ഒരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കുത്തബ്മിനാർ, ഇത് നമുക്ക് ഇന്ത്യയുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്നതും, പിന്നെ ഇതിനകത്ത് നമുക്ക് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്പോട്ടും കൂടെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അതും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഇങ്ങനെ കയറുന്ന എൻട്രി ഭാഗത്ത് നിന്ന് വീണ്ടും സൈഡിലേക്ക് പോയി കുറച്ചുകൂടെ നമുക്ക് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്പോട്ടുണ്ട്. ഈ സ്പോട്ടിൽ നിന്നും അല്പം നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ കുത്തബ്മിനാറാണ്. കുത്തബ്മിനാറിൻ്റെ ഏറ്റവും താഴെ പോയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് നമ്മുടെ 73 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട്, 73 മീറ്റർ. ഇപ്പോൾ നമ്മുടെ പിസ ഗോപുരമായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, പിസ അല്ല, നമ്മുടെ ഈഫിൽ ടവറുമായിട്ട് ഇപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈഫിൽ ടവർ 324 മീറ്റർ ഹൈറ്റ് ഉണ്ട്. സോ അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഇത്രയും വലുതെന്ന് തോന്നും. അപ്പോൾ നമ്മൾ മറ്റേതിനടുത്ത് പോയി നോക്കിയാലോ. സോ കമ്പയർ ചെയ്തതേ ഉള്ളൂ. കുത്തബ്മിനാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ അതാണ് ആലോചിച്ചത്, ഇത് 73 മീറ്റർ, അത് അത്രയും. അപ്പോൾ അതെന്തുമാത്രം വേറെ ലെവലായിരിക്കും. അടുത്തത് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചുറ്റുപാടുള്ള ഈ നിർമ്മിതികളും പിന്നെ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ആൾക്കാരും കൂടെ അടുത്ത് നമ്മളൊരു സ്പോട്ട് ചെയ്തു ഫ്ലൈറ്റ്. ആ ഒരു വൈബ് ഒരു വല്ലാത്ത ഫീലാണ്. ആ ഒരു കാഴ്ച നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു ഫീല്, തണുത്ത് വിറച്ചാണ് വിൻ്ററിൽ പോയതുകൊണ്ട് തണുത്ത് വിറച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഈ വല്ലാത്ത എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളും, പിന്നെ എന്തോ അറബിയിലോ എന്തോ കുറേ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിനകത്തുള്ള എൻട്രി നമുക്ക് അലൗഡ് ആയിരുന്നു. 1918 ഇതിനകത്തുണ്ടായിരുന്ന സ്റ്റെയർ കേസിൽ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്ന ടൈമിൽ എന്തോ ലൈറ്റിനിങ് എന്തോ പ്രോബ്ലംസ് അതിൻ്റെ അകത്ത് ഉണ്ടായി, തീപിടുത്തം എന്തോ ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം കാരണം ഇവരിപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശനമില്ല. സോ അന്ന് 45 പേര് ഇതിനകത്ത് മരിച്ചു. അത് ആ ഒരു പ്രോബ്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ആൾക്കാരെ കടത്തിവിടാത്തത്. അത്യാവശ്യം നല്ല കുറേ ഷോട്ട്സ് എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായിരുന്നു ഇത്. കാരണം നമ്മളിവിടെ എത്തുകയാണെങ്കിൽ കുത്തബ്മിനാർ മാത്രം നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി തന്നെ. ഇതിനകത്ത് ആർക്കിയോളജിക്കൽ സ്പോട്ടാണ്. താഴത്ത് വീണ്ടും പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഇതിനകത്ത് അത്യാവശ്യം ഫോട്ടോ സെക്ഷന് പറ്റിയതായിട്ടുള്ള സ്പോട്ട് ഒത്തിരി ഉണ്ട്. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആർക്കിയോളജി പരമായിട്ട് നമുക്ക് പഴയ കാലത്തെ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതിൽ പകുതിയും പൊളിഞ്ഞു വിടുന്ന ഒരവസ്ഥയിൽ കുറേ കാണുന്നു, എന്നാലും അവരത് നിലനിർത്തുന്നു. അത്യാവശ്യം കൊള്ളാം. എനിക്ക് കിട്ടിയ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെ ഇതെല്ലാം അവരുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മണ്ണും പല മിശ്രിതമായിട്ട് ചേർത്തിട്ട് അതുമായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. കല്ലും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. സിമെൻറ്റ് വേറെ ഒന്നുമല്ല. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ്, ഏകദേശം നമ്മുടെ 1192 മുതൽ 1503 ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നമ്മൾ ഈ കാണപ്പെടുന്ന ഈ വലിയ കുത്തബ്മിനാർ മൊത്തം നിർമ്മിച്ചിട്ടുള്ളത് മണൽക്കൂട്ടുകളും പിന്നെ മാർബിളും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അപ്പോൾ തന്നെ അതിൻ്റെ ആ കലാകാരൻ്റെ ആ കഴിവും പിന്നെ അത് നിർമ്മിച്ച ആൾക്കാരുടെ ആ ഒരു കഴിവിന് എന്തായാലും ഗിഫ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ കണ്ടു നിന്ന് നല്ല ഷോട്ട്സുകൾ എടുത്തു. വീണ്ടും നമുക്ക് ഒരു വശത്തു നിന്ന് കറങ്ങി വീണ്ടും തിരിച്ചതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ നമുക്ക് നടന്നു വരാം. ഈ നടന്നു വരുന്ന സ്പോട്ടിൽ നിന്നും നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അതേ അവിടെ ഒരു കറുത്തൊരു സ്പോട്ട് കാണാൻ വേണ്ടി പറ്റും. അതാണ് അയൺ പില്ലർ. അതാണ് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു അയൺ പില്ലറാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഈ ഒരു നമ്മൾ ഈ ബാക്കിലോട്ട് സൈഡിലായിട്ട് വന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ കുത്തബ്മിനാറിന്
വേറൊരു വ്യൂ ആണുണ്ടാ. ഞാൻ ഇത്രയേ ഉള്ളൂ കുത്തബ് മിനാറിൻ്റെ അടുത്ത്. അടുത്ത ഒരു ഫ്ലൈറ്റ് സ്പോട്ട് ഇതുണ്ട്. അടുത്തൊരു ഫ്ലൈറ്റ് നമ്മളിപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നമ്മളിതുപോലെ ഫ്ലൈറ്റ് നമുക്ക് ഇത്രയും ഇങ്ങനെ എപ്പോഴും കുറേ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതും നമുക്ക് ഇത്രയും നല്ലൊരു നിർമ്മിതിയുടെ അടുത്ത് നിന്ന് ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചു, ഇതിനെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ടൈമിലൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇതുപോലെ ഫ്ലൈറ്റ്, ആ ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നതാണ് 1918 ഇത്രയും ട്രാഫിക് ഉണ്ടായിരിക്കില്ല. ബട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാം, ആ ടൈമിൽ ഫ്ലൈറ്റ് മുകളിലൂടെ പോകുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. 73 മീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹൈറ്റാണ്. ആ ഒരു ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ അത് വേറൊരു വ്യൂ ആയിരിക്കും. ഇതാണ് അയൺ പില്ലർ. അയൺ പില്ലറിൻ്റെ അടുത്ത് നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഗോപ്രോയെ സൈഡിൽ കൊണ്ടുവച്ച് കുറച്ച് വീഡിയോസിൽ എടുക്കാൻ വേണ്ടി പറ്റി. ഇത് നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും നമുക്ക് കുത്തബ് മിനാറിൻ്റെ ഇടനാഴിയിലൂടെ ഉള്ള വാച്ചിങ് ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റി. കുറച്ച് തൂണുകളുടെ സൈഡിൽ കുറേ നല്ല തൂണുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ സൈഡിലുള്ള അവരുടെ ക്രിയാത്മകമായിട്ടുള്ള കഴിവൊക്കെ അതിൽ തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് അയൺ പില്ലർ. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് സ്പോട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളെ ഈ കുത്തബ് മിനാറിന് നമുക്ക് നൈറ്റിൽ ഇതിലെ ലൈറ്റ് ഷോ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഫോട്ടോ ഇട്ടിരിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ മിസ് ചെയ്യരുത്. അത് ഒരു നല്ലൊരു ടൈമാണ് നൈറ്റ്. ഞാനിപ്പോൾ രാവിലെ പോയതുകൊണ്ട് നമുക്കിതെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റി. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി തിരിച്ച് കവർ ചെയ്ത് തിരിച്ച് കുറേ കഴിഞ്ഞ് ഇതുവഴി പാസ് ചെയ്ത് പോയി. ആ ടൈമിലാണ് എനിക്ക് മനസ്സിലായത് കുത്തബ് മിനാറിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് വലിയ ക്യൂ കിടക്കും, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താൽ ഓൺലൈനോ അല്ലെങ്കിൽ ഡയറക്റ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണം ഓരോ പ്ലേസിൽ എത്താനാണ്. ഡൽഹിയിലായാൽ അതൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാ പ്ലേസിലും മാക്സിമം രാവിലെ ഒരു ടൈമിൽ തന്നെ മാക്സിമം കവർ ചെയ്യുക. അത്യാവശ്യം നമ്മൾ ടൈം മാറുന്നതനുസരിച്ച് പുറത്ത് ട്രാഫിക് കൂടുതലാവും. ഓരോരുത്തർ ആൾക്കാർ ഫുള്ള് തിക്ക് നിരക്കായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഏതൊരു സ്ഥലത്തായിട്ട് മകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുന്നതുകൊണ്ട് എവിടെ വേണോ പോകുമ്പോൾ നമുക്ക് ആൾക്കാരുടെ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്തൊരു ശവക്കല്ലറ അങ്ങനെ ഒരു ടോംബ്, അതാണ്. അതിനകത്തുള്ള വീഡിയോസ് ഞാൻ പകർത്തിയില്ല. ജസ്റ്റ് ഞാൻ പോകുന്ന കാര്യം എടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും കുത്തബ് മിനാറിൻ്റെ വേറൊരു സൈഡാണ്. ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. ആ സൈഡിൽ കൂടെ പോകുമ്പോൾ വീണ്ടും കുറച്ച് നിർമ്മിതികളുണ്ട്. എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആധികാരികമായി പറയാനറിയില്ല. ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് പകർത്തുന്നു. ഇത് എന്തോ ഒരു സംഭവം കുറച്ചിനെ കുന്നുകൂട്ടി പോലെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഗൈഡ് പെട്ടെന്ന് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുന്ന പെട്ടെന്ന് ഓടി ഓരോരുത്തർ എത്തണം. സോ വായിക്കാനോ വേറെ കാര്യത്തിലൊന്നും ഞാൻ നിന്നില്ല. പെട്ടെന്ന് കണ്ട കാര്യങ്ങളൊക്കെ പകർത്തി. കുറച്ച് കിളികളൊക്കെ പറക്കുന്നു. ഇതൊക്കെ വീഡിയോ പകർത്തുന്നത് വലിയ ആഗ്രഹമായിരുന്നു. ഇതെല്ലാം നേരിട്ട് കാണാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് us. This is Arun signing out. Bye bye.